ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ ആക്ടിവിസ്റ്റ് ബിന്ദു തങ്കം കല്യാണിയെ സംഘപരിവാർ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണം. പട്ടാമ്പി സംസ്കൃത കോളേജിൽ പ്രിസൈഡിംഗ് ഓഫീസറായി ഡ്യൂട്ടിക്കെത്തിയ ബിന്ദുവിനോട് പ്രദേശത്തെ RSS പ്രവർത്തകർ മോശമായി പെരുമാറിയെന്നാണ് പരാതി. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ശബരിമലയിൽ കയറിയില്ലേ എന്ന് ചോദിച്ച് തെറിയഭിഷേകം നടത്തിയെന്ന് ബിന്ദു ആരോപിക്കുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബിന്ദു ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രിസൈഡിംഗ് ഓഫീസറായാലും സംഘികൾ തെറി വിളിക്കും. ഇന്ത്യയുടെ പരമോന്നത ജനാധിപത്യ പ്രക്രിയയിൽ പ്രിസൈഡിംഗ് ഓഫീസറായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓർഡർ പ്രകാരം ട്രെയിനിംഗ് ക്യാമ്പുകളിൽ പങ്കെടുത്ത് ഡ്യൂട്ടി ചെയ്യാൻ എത്തിയതാണ് പട്ടാമ്പി സംസ്കൃത കോളേജിൽ. അടിയന്തര ഘട്ടങ്ങളിലായി ഡ്യൂട്ടി ചെയ്യാൻ ഇന്നലെയും ഇന്നും കോളേജിലുണ്ടായിരുന്നു ഞാനും. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണവും വോട്ടിങ്ങിന് ശേഷം ഇത് സ്വീകരിക്കുന്ന സെന്ററുമാണ് സംസ്കൃത കോളേജ്. പട്ടാമ്പി, തൃത്താല എന്നീ അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള സാമഗ്രികളാണ് ഇവിടെ വിതരണം ചെയ്തത്. പോളിംഗ് ദിവസമായ ഇന്ന് കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണവും മരുന്നുമൊക്കെയായി ക്യാമ്പസിൽ സജീവമായിരുന്ന കുടുംബശ്രീ പ്രവർത്തകരായ സ്ത്രീകൾക്ക് എന്നെ മനസ്സിലാവുകയും നേരിൽ വന്ന് പരിചയപ്പെടുകയും ചെയ്തു. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമാണ് അവർ എന്നോട് പെരുമാറിയത്. ഞാനെന്ന് തിരിച്ചറിഞ്ഞ കുറെ ചെറുപ്പക്കാരും ഇടവേളയിൽ വന്ന് പരിചയപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ കോളേജിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ പ്രവർത്തകരും എന്നെ തിരിച്ചറിഞ്ഞു. അറിഞ്ഞപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് പലരും എത്തി നോക്കി. ഞാനാണെന്ന് ഉറപ്പുവരുത്തി പോയി. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും കോളേജിലെ ബൂത്തിന് മുൻപിൽ ഇവർ അസ്വസ്ഥരാകുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. ഉച്ചയോടെ തൃത്താല ഓഫീസിലും ഡ്യൂട്ടിയിലെ പോലീസ് ഓഫീസർമാരോടും ഞാൻ വിവരം പറഞ്ഞു. ഇടയ്ക്ക് എന്നോട് ഒരു തവണ മോശമായി പെരുമാറുകയും ചെയ്തു ഒരാൾ. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരവിടെ കാത്തു നിന്നു. ശബരിമലയ്ക്ക് പോയത് നീയാണോടി എന്ന ചോദ്യം കൂടെ നടന്നുവെന്നാണ് ഒരാൾ ചോദിച്ചത്. ഞാൻ കയറിയില്ലല്ലോ, പകുതിക്ക് വെച്ച് തിരിച്ചു പോന്നു എന്ന് മറുപടി പറഞ്ഞ് തീരും മുമ്പേ തെറി അഭിഷേകവും എത്തി. നിനക്കൊക്കെ പോയി ചത്തൂടേടി എന്ന് അലർച്ച. ആ നിമിഷം അവരെന്നെ ആക്രമിക്കാൻ കോളേജിന് പുറത്ത് കാത്തു നിന്നതാണെന്ന് ബോധ്യപ്പെട്ട നിമിഷം ഞാൻ ക്യാമ്പസിലേക്ക് തിരിച്ചു നടന്നു. എൻ്റെ കൂടെ വന്ന സ്ത്രീയായ പോളിംഗ് ഓഫീസർ അമ്പരന്നു. അവരും അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തിരിച്ച് ഓഫീസിലെത്തി പരാതി എഴുതി കൊടുത്തു. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് കമ്മീഷൻ നിയോഗിച്ച ഒരു ഓഫീസറെ കൈകാര്യം ചെയ്യാനുള്ള അവരുടെ ആലോചന തന്നെ ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും നേരിടുന്ന വെല്ലുവിളിയാണ്. എൻ്റെ പരാതി നാളെ ജില്ലാ വരണാധികാരിയായ കളക്ടർക്ക് കൈമാറുമെന്നും പ്രോപ്പർ ചാനലിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചു കൊടുക്കുമെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.